അതിർത്തി ഗ്രാമങ്ങളിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി കാരാപ്പുഴ ഡാമിൽ നിന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ കബനി നദിയുടെ മരക്കടവിലെ തടയണയിലേക്ക് വെള്ളമെത്തിക്കാനുള്ള ജലസേചന വകുപ്പിന്റെ ഉദ്യമം വിജയം കണ്ടു. കാരാപ്പുഴ ഡാമിൽ നിന്ന് തുറന്നുവിട്ട വെള്ളം 60 കിലോമീറ്റർ പിന്നിട്ട മൂന്നാം ദിവസം മരക്കടവിലെ തടയണയിലേക്ക് എത്തിച്ചേർന്നതോടെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. ഒരാഴ്ച മുമ്പ് വരെ കബനിയുടെ കാഴ്ചകൾ ഇതായിരുന്നു. ശക്തമായ വേനലിൽ കബനി നദി വറ്റിയതോടെ മരക്കടവിൽ നിന്നുള്ള ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തിലുള്ള പമ്പിംഗ് മുടങ്ങിയിരുന്നു. ഇതോടെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് കുടിവെള്ള വിതരണത്തിനായി കാരാപ്പുഴയിൽ നിന്ന് മരക്കടവിലേക്ക് വെള്ളമെത്തിക്കാൻ നടപടിയായത്. ഒഴുക്കിവിടുന്ന വെള്ളം പാഴാകാതിരിക്കാൻ ഗ്രാമപഞ്ചായത്തുകൾ ജനകീയ പങ്കാളിത്തത്തോടെ മരക്കടവ് പമ്പ് ഹൗസിന് സമീപം താൽക്കാലിക തടയണയും നിർമ്മിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് കാരാപ്പുഴ ഡാമിൽ നിന്ന് 5 ക്യൂമെക്സ് തോതിൽ വെള്ളം തുറന്നുവിട്ടു തുടങ്ങിയത്. തടയണ നിർമ്മിച്ചിട്ടുള്ള മരക്കടവിലെ പമ്പ് ഹൗസ് പരിസരത്തെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ കുടിവെള്ള വിതരണത്തിലുള്ള പമ്പിംഗ് ആരംഭിച്ചു. കബനിയിൽ നിന്നും എടുക്കുന്ന വെള്ളം ജല അതോറിറ്റിയുടെ കബനിഗിരിയിലെ പ്ലാന്റിലെത്തിച്ച് ശുദ്ധീകരിച്ച ശേഷം പുൽപ്പള്ളിയിലെയും പാടിച്ചിറയിലെയും സംഭരണികളിലെത്തിച്ച ശേഷമാണ് വിതരണം ചെയ്യുക. ആദ്യമായാണ് കാരാപ്പുഴ ഡാമിലെ വെള്ളം പുഴ വഴി ഇത്രയും ദൂരം എത്തിക്കുന്നത്. അതേസമയം ഓരോ വേനൽക്കാലത്തും താൽക്കാലിക തടയണ നിർമ്മിക്കുന്നതിന് പകരം മരക്കടവിൽ കബനി നദിക്ക് കുറുകെ സ്ഥിരമായി ഒരു അണക്കെട്ട് നിർമ്മിച്ച് വെള്ളം കെട്ടിനിർത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്.